കെ ടി ജലീൽ മറുപടിയുമായി വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ കാണുന്നു. തിരൂർ MLA സി മമ്മൂട്ടിയായിരുന്നു MLA. 2016 ഫെബ്രുവരി 17 മലപ്പുറത്ത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് 17 ഏക്കറും 21 സെന്റും ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സെന്റ് ഒന്നിന് 1,70,70,000 രൂപയാണ് അന്ന് നിശ്ചയിച്ചത്. അതിനുശേഷം 2016 തെരഞ്ഞെടുപ്പ് നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ ഇത് സംബന്ധമായിട്ട് വീണ്ടും ഒരു റീതിങ്കിങ് ഉണ്ടായി. അപ്പോ 17 ഏക്കർ 2.1 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് കൂടുതലാണ്. അതിലൊരുപാട് നിർമ്മാണം നടത്താൻ പറ്റാത്ത സ്ഥലമുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു. ആ സമയത്ത് 1,70,70,000 17.21 ഏക്കർ ഭൂമി വാങ്ങുമ്പോൾ സെന്റിന് നൽകാമെന്ന് UDF ഭരണകാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ലീഗിന്റെ MLA സി മമ്മൂട്ടി ഇവിടെ പ്രതിനിധാനം ചെയ്ത കാലത്ത് എടുത്ത തീരുമാനം മാറ്റി. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത്? സെന്റ് ഒന്നിന് 1,60,000 രൂപ ആക്കി കുറച്ചു. ഉപയോഗയോഗ്യമല്ലാത്ത ഏതാണ്ട് 6.5 ഏക്കർ സ്ഥലം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 11 ഏക്കറാക്കി അത് കുറച്ചു. ഇതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നത്. UDF ഭരണകാലത്ത് 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 1,70,70,000 രൂപക്ക് കളക്ടറുടെ ചേംബറിൽ വെച്ച് എടുക്കാൻ തീരുമാനിക്കുകയും സ്ഥല ഉടമകളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു, സമ്മതപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആ തീരുമാനം 2016 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഗവൺമെന്റ് ഈ 17.21 ഏക്കർ എന്നുള്ളത് കുറച്ച് 11 ഏക്കറാക്കി. കാരണം 6.25 ഏക്കറോളം സ്ഥലം സത്യത്തിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത കണ്ടൽക്കാടുകൾ ഉൾക്കൊള്ളുന്ന മേഖലയായിരുന്നു. ആ മേഖല മുഴുവൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് 11 ഏക്കറാക്കി. ശരി, പി കെ ഫിറോസിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് കെ ടി ജലീൽ പറയുന്നത്. UDF കാലത്ത് ധാരണയായ ഒരു കരാറായിരുന്നു, അതിൽ നിന്ന് കുറയ്ക്കുകയാണ് തൻ്റെ കാലത്ത് ചെയ്തത് എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. ഇതിങ്ങനെ ആരോപണം പ്രത്യാരോപണം ഇങ്ങനെ തുടരുകയാണ്.